നമസ്കാരം. സാധാരണ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം തുക തിരികെ ലഭിക്കാറില്ല. ഇങ്ങനെ അടച്ച പ്രീമിയം തിരികെ ലഭിക്കുമോ എന്നറിയാനായിട്ട് ധാരാളം അന്വേഷണങ്ങൾ വരാറുണ്ട്. ഇത്തരത്തിലുള്ള അടച്ച പ്രീമിയം തുക തിരിച്ചു ലഭിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ആണ്, ഹെൽത്ത് ഇൻഷുറൻസ് അല്ല. ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ തുടർച്ചയായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ക്വിക്ക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മൈസെൽഫ്. എൻ്റെ പേര് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ വാർത്തകളും വളരെ ആധികാരികമായി പഠിച്ചും റിസർച്ചും ചെയ്തതിനും ശേഷം മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു മാക്സ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ സേവ എന്ന ഹെൽത്ത് പ്ലാൻ. ഇത് ഒരു ഹെൽത്ത് പ്ലാൻ ആണ്, ഹെൽത്ത് ഇൻഷുറൻസ് അല്ല എന്ന് നമ്മൾ തുടക്കത്തിലെ തന്നെ പറഞ്ഞല്ലോ. കാരണം ഇതാണ്, ഈ പ്ലാനിൽ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന എക്സ്പെൻസുകളെ അല്ല കവർ ചെയ്യുന്നത്, മറിച്ച് ഫിക്സഡ് ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് ആയിട്ടാണ് ഇൻഷുർഡിന് ലഭിക്കുന്നത്. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന ഓരോ ദിവസവും ഒരു നിശ്ചിത സം ഇൻഷുർഡ് ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് ഇൻഷുർഡിന് ലഭിക്കുന്നു എന്നർത്ഥം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റിന്റെ USP, യുണീക് സെല്ലിംഗ് പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറെ കൂടി വ്യക്തത നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പ്ലാനിന്റെ ഫസ്റ്റ് USP ആണ് ഫിക്സഡ് ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് ബെനിഫിറ്റ്. അതായത് ഒരു ഇൻഷുർഡ് ഹോസ്പിറ്റൽ അഡ്മിറ്റായി 24 മണിക്കൂർ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ അഡ്മിറ്റ് ആകുന്ന ഓരോ ദിവസവും ഇൻഷുർഡിന് ലഭിക്കുന്ന ക്യാഷ് ബെനിഫിറ്റ് ആണ് ഫിക്സഡ് ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ തുക എത്രയാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ 4 ഡിജിറ്റിൽ മാത്രം ഓർത്തിരുന്നാൽ മതിയാവും. 1, 2, 5 and 10. 1 ഈക്വൽസ് ടു 1%. 1% നമുക്കിതിന് നോൺ ICU റൂം റെന്റ് ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഈ പ്ലാനിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് 10 lakh സം ഇൻഷുർഡ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് 10 lakhന്റെ 1%, ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000 rupees നമുക്ക് ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് ഈ ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ഈസ് ICU ചാർജസ് ആണ്. ICU ചാർജസ് ഈസ് 2% ആണ്. 2% ഓഫ് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സം ഇൻഷുർഡ് 10 lakhs ആയതുകൊണ്ട് ദാറ്റ് ഈസ് 20,000 പെർ ഡേ. ICU ചാർജസ് നമുക്ക് ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് ഇവിടെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. തേർഡ് പോയിന്റ് മൈനസ് സർജറിയാണ്. ദാറ്റ് ഈസ് 5% ഓഫ് സം ഇൻഷുർഡ് ആണ്. 10 lakhന്റെ 5%, ദാറ്റ് ഈസ് 50,000 rupees നമുക്ക് മൈനസ് സർജറിക്ക് നമുക്ക് പെർ സർജറി നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ദ ലാസ്റ്റ് ഓപ്ഷൻ ഇസ് മേജർ സർജറി ആണ്. ഇൻ കേസ് ഇൻഷുർഡിന് ഒരു മേജർ സർജറി ആവശ്യമാകുന്ന സാഹചര്യത്തിൽ 10% ഓഫ് 10 lakh, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 lakh rupees നമുക്ക് പെർ സർജറി നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് 4 ഓപ്ഷൻസ് നമുക്ക് പെർ ഡേ ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഈ പ്ലാനിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ഒരു പോളിസി ഇയറിൽ 30 ദിവസം നമുക്ക് ഇങ്ങനെ പെർ ഡേ ക്യാഷ് ബെനിഫിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻഡയർ പോളിസി ടൈമിൽ അത് 300 days. സെക്കൻഡ് USP ആണ് പ്രൊട്ടക്ഷൻ ബെനിഫിറ്റ്. കസ്റ്റമർ ഫസ്റ്റ് പ്രീമിയം അടയ്ക്കുന്നതോടുകൂടി തന്നെ ഈ പ്ലാനിൽ ഒരു ലൈഫ് പ്രൊട്ടക്ഷൻ ഇൻഷുർഡിന് ലഭ്യമാവുന്നു. കസ്റ്റമറിന്റെ ആനുവൽ പ്രീമിയം തുക എത്രയാണോ ആ പ്രീമിയം അടയ്ക്കുന്നതിൻ്റെ 10 times ആണ് ലൈഫ് കവറേജ് ആയിട്ട് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് 1 lakh rupees ആണ് ആനുവൽ പ്രീമിയം എങ്കിൽ 1 lakh into 10 times, അതായത് 10 lakh rupees ആയിരിക്കും ആ ഇൻഷുർഡിൻ്റെ ലൈഫ് കവറേജ്. ആ ഇൻഷുറിന് അൺഫോർച്ചുനേറ്റ്ലി ഒരു മരണം സംഭവിക്കുന്ന സാഹചര്യത്തിൽ ആ നിശ്ചിത സം ഇൻഷുർഡ് ആ നോമിനിക്ക് ഈ പ്ലാനിൽ നൽകി വരുന്നു. തേർഡ് ഓപ്ഷൻ സേവിങ് ഓപ്ഷൻ ആണ്. ഈ പ്ലാനിൽ നമ്മൾ ഇതിന് മുമ്പേ പറഞ്ഞ ബെനിഫിറ്റിന് കസ്റ്റമറിന് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കസ്റ്റമറിൻ്റെ എൻഡയർ പോളിസി ടൈം കഴിയുമ്പോൾ അടച്ച പ്രീമിയം തുക എത്രയാണോ അത് മുഴുവൻ കസ്റ്റമറിന് തിരിച്ചു കൊടുക്കുന്നു, അതായത് റിട്ടേൺ ഓഫ് പ്രീമിയം. അടുത്തതായി ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാനുള്ള ബേസിക് ഏജ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, മാക്സിമം സം ഇൻഷുർഡ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഏജ് ക്രൈറ്റീരിയ ആണ്. 18 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് ഈ പ്ലാനിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് സം ഇൻഷുർഡ് ആണ്. 5 lakh to 15 lakh വരെയുള്ള സം ഇൻഷുർഡ് ഈ പ്ലാനിൽ ചൂസ് ചെയ്യാവുന്നതാണ്. തേർഡ് ഓപ്ഷൻ ഹു ക്യാൻ അപ്ലൈ. ഇൻഡിവിജ്വലിന് മാത്രമാണ് നമുക്ക് ഈ പ്ലാനിൽ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഫ്ലോട്ടർ ഓപ്ഷൻ അവൈലബിൾ അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ പേയ്മെൻറ്റ് ടൈപ്പ് ആണ്. ലിമിറ്റഡ് ഓപ്ഷനും റെഗുലർ പേ ഓപ്ഷനും നമുക്ക് ഈ പ്ലാനിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ദ ലാസ്റ്റ് പോയിന്റ് വേരിയൻ്റ് ആണ്.
ഈ പ്ലാനിൽ 2 വേരിയൻ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്, ലൈറ്റ് വേരിയൻറ്റും എലൈറ്റ് വേരിയൻറ്റും. അടുത്തതായി ഈ പ്ലാനിൻ്റെ 2 വേരിയൻ്റ് ലൈറ്റ് വേരിയൻറ്റും എലൈറ്റ് വേരിയൻറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് വേരിയൻറ്റ് എലൈറ്റ് വേരിയൻ്റ് ആണ് കസ്റ്റമർ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ലഭ്യമാകുന്ന എൻഹാൻസ് സേവിംഗ് ആണ്. അതായത് നമ്മൾ അടച്ച പ്രീമിയം പ്ലസ് ഒരു ഇൻട്രസ്റ്റ് കോമ്പോണൻറ്റും കൂടി നമുക്ക് എൻഹാൻസ് സേവിംഗ് ഓപ്ഷനിൽ എലൈറ്റ് വേരിയൻറ്റിൽ ലഭ്യമാകുന്നതാണ്. വേറസ് ലൈറ്റ് വേരിയൻ്റ് ആണെങ്കിൽ ആക്ച്വൽ റിട്ടേൺ ഓഫ് പ്രീമിയം ആണ്. നമ്മൾ അടച്ച തുക എത്രയാണോ അത് മാത്രമാണ് നമ്മുടെ പ്രീമിയം പേയ്മെൻറ്റ് ടൈം അല്ലെങ്കിൽ പോളിസി ടൈം കഴിയുമ്പോൾ കസ്റ്റമറിന് ലഭ്യമാകുന്നത്. നെക്സ്റ്റ് എലൈറ്റ് വേരിയൻറ്റിൽ പ്രീമിയം പേയിങ് ടൈമിൽ മാത്രമാണ് ഈ പ്ലാനിൻ്റെ മെയിൻ ബെനിഫിറ്റായ ഫിക്സഡ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ്, ഫിക്സഡ് സർജറി ബെനിഫിറ്റ് എന്നിവ ലഭ്യമാകുന്നത് നമ്മൾ പ്രീമിയം അടയ്ക്കുന്ന ടൈമിൽ മാത്രമാണ് എലൈറ്റ് വേരിയൻറ്റിൽ ലഭ്യമാകുന്നത്. വേറസ് നമ്മൾ ലൈറ്റ് വേരിയൻറ്റിലാണെങ്കിൽ എൻറ്റയർ പോളിസി ടൈമിൽ മുഴുവൻ കസ്റ്റമറിന് ഫിക്സഡ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റും ഫിക്സഡ് സർജറി ബെനിഫിറ്റും ലഭ്യമാകുന്നതാണ്. ഇത് രണ്ടാണ് ഈ ഒരു എലൈറ്റ് വേരിയൻറ്റും ലൈറ്റ് വേരിയൻറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇനി അടുത്തതായി മെയിനായിട്ട് എല്ലാവർക്കും അറിയേണ്ടത് ഈ പോളിസിയുടെ പ്രൈസിംഗ് ആണ്. ഈ പ്രൈസിങ്ങിലൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നോക്കാം. ഇവിടെ എക്സാമ്പിളായിട്ട് ഏജ് 40 വയസ്സുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. PPT ഇപ്പോൾ പ്രീമിയം പേയ്മെൻറ്റ് ടൈം 20 വർഷവും പോളിസി ടൈമും 20 വർഷവും. അതായത് കസ്റ്റമർ റെഗുലർ പേ ആണ് ഇവിടെ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. സം ഇൻഷുർഡ് 15 ലക്ഷമാണ് കസ്റ്റമർ ഇവിടെ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്ലാനിൻ്റെ 3 മെയിൻ ബെനിഫിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 1 ഈസ് ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ്, 2nd ഈസ് പ്രൊട്ടക്ഷൻ ബെനിഫിറ്റ് ആൻഡ് 3rd തിങ് സേവിംഗ് ബെനിഫിറ്റ്. ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് ബെനിഫിറ്റിൽ നമുക്ക് 4 ഹെഡ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നോൺ ICU 1% നമുക്ക് പെർ ഡേ ക്ലെയിം ചെയ്യാവുന്നതാണ്. ICU എക്സ്പെൻസ് ആയിട്ട് ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 2% സം ഇൻഷുർഡും, മൈനർ സർജറി പെർ സർജറിക്ക് നമുക്ക് 5%, മേജർ സർജറിക്ക് 10%മാണ് നമുക്ക് എലിജിബിലിറ്റി വരുന്നത്. അപ്പോൾ ഈ പ്ലാനിൽ 15 lakhs സം ഇൻഷുർഡ് ചൂസ് ചെയ്യുന്ന വ്യക്തിക്ക് പെർ ഡേ നമുക്ക് നോൺ ICU എക്സ്പെൻസ് ആയിട്ട് നമുക്ക് 15,000ഉം ICU നമുക്ക് പെർ ഡേ ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് 30,000 റുപ്പീസും, ഇൻ കേസ് മൈനർ സർജറി ആണ് ആവശ്യം വരുന്ന സാഹചര്യത്തിൽ നമുക്ക് 75,000ഉം, മേജർ സർജറി ആണെങ്കിൽ 1,50,000 റുപ്പീസും കസ്റ്റമറിന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയും ക്യാഷ് ബെനിഫിറ്റ് ലഭിക്കുമ്പോൾ കസ്റ്റമറിന് പ്രീമിയം അടയ്ക്കേണ്ടത് 1,40,707 റുപ്പീസ് ആണ്. ഒരു വർഷം ആനുവൽ പ്രീമിയം ആയിട്ട് അടയ്ക്കേണ്ടത് അപ് ടു 20 years. ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഹോസ്പിറ്റലൈസേഷൻ ബെനിഫിറ്റ് കൂടാതെ കസ്റ്റമറിന് പ്രൊട്ടക്ഷൻ ബെനിഫിറ്റ് ആയിട്ട് പ്രീമിയം അടയ്ക്കുന്ന ആദ്യ ദിവസം മുതൽ തന്നെ 16,88,479 റുപ്പീസിൻ്റെ ലൈഫ് പ്രൊട്ടക്ഷൻ കവറേജ് ഉണ്ടായിരിക്കുന്നതാണ്. ദ ലാസ്റ്റ് ഓപ്ഷൻ സേവിങ് ഓപ്ഷനും ഈ പ്ലാനിൻ്റെ ഒരു മേജർ അട്രാക്റ്റീവ് പോർഷനാണ്. നമ്മൾ അടയ്ക്കുന്ന ഒരു വർഷം 1,40,707 ആണെങ്കിൽ ദാറ്റ് ഇൻറ്റു 20 years നമ്മൾ അടയ്ക്കുമ്പോൾ റിട്ടേൺ ഓഫ് പ്രീമിയം എത്രയാണോ അതാണ് ഇവിടെ സേവിങ് പോർഷനായിട്ട് കാണിച്ചിരിക്കുന്നത്. 28,14,132 റുപ്പീസ് എൻ്റയർ പോളിസി ടൈം കസ്റ്റമർ പൂർത്തിയാകുമ്പോൾ കസ്റ്റമറിന് റിട്ടേൺ ഓഫ് പ്രീമിയം ആയിട്ട് ഈ പ്ലാനിൽ ലഭിക്കുന്നതാണ്. ഹിയർ കംസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ. സേവ ഒരു ഹെൽത്ത് പ്ലാൻ ആണ്, ഹെൽത്ത് ഇൻഷുറൻസ് അല്ല. ഹെൽത്ത് ഇൻഷുറൻസിലില്ലാത്ത പല ബെനിഫിറ്റും സേവ എന്ന ഈ പ്ലാനിൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് ഒരിക്കലും ആക്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരു വ്യക്തി ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ, ഒരു അഡീഷണൽ കുഷൻ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ സേവ എന്ന ഈ പ്ലാൻ ഒരു മികച്ച പ്ലാൻ തന്നെയാണെന്ന് എനിക്ക് പറയാം. ഈ പ്ലാനിൽ നിങ്ങൾക്ക് 3 ബെനിഫിറ്റാണ് ലഭ്യമാകുന്നത്. 1 ഡെയിലി ക്യാഷ് ബെനിഫിറ്റ്, 2 പ്രൊട്ടക്ഷൻ, 3 നിങ്ങൾ അടച്ച പ്രീമിയം തുക നിങ്ങൾക്ക് എൻ്റയർ പോളിസി ടൈം കഴിയുമ്പോൾ തിരികെയും ലഭിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മാക്സ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ സേവ എന്ന ഹെൽത്ത് പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ പ്ലാനിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കും മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതോ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ, ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ഏതൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും ആ പ്രോഡക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്, സനോജ് ലാൽ.